അല്ല, മിമിക്രി കലാകാരന്മാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജനപ്രീതിയേക്ക് തന്നെ എന്നാണ് ചോദിക്കുന്നത്. അതാണ് എൻ്റെ സത്യം. പച്ചായൻ വീഡിയോ അവസാനമായിട്ട് എൻ്റെ പേരിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എന്നെ കുറിച്ചൊരു വാർത്ത ഇട്ട്. ആ സമയത്താണ് കോഴിക്കോടുള്ള മനു ജി എം എന്ന് പറഞ്ഞ ഡയറക്ടർ ആ വീഡിയോ നിങ്ങളെല്ലാം എല്ലാവരും കണ്ടോട്ട്. അപ്പോൾ അതുകൂടി കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം എനിക്കൊരു സിനിമയിലൊരു വേഷം തന്നു. ദ പ്രൊട്ടക്ടർ എന്ന സിനിമയ്ക്കകത്ത് നല്ല ഒരു വേഷം തന്നു, ഷൈം ടോം ചാക്കോയുടെ നായകൻ. അങ്ങനെയാണ് ഞാൻ ഈ ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തിയത്. ഇപ്പം 4 സിനിമ ഞാനുണ്ട്. 2 സിനിമ റിലീസ്, ഒരു സിനിമ റിലീസായി ഇറങ്ങി, അടുത്ത സിനിമ ജനുവരി ഇറങ്ങുന്നു. അടുത്ത 2 സിനിമ ജനുവരി മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ജനുവരി മാസം 26-ാം തീയതി ലോക മലയാളീസിന് മുഴുവൻ ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരു വലിയ വാർത്ത തരാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സസ്പെൻസ് ആണ് ഇപ്പൊ പറയുന്നത്. ഇവരെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയാം, കാര്യം ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ഇല്ലായിരുന്നു. എന്നെ കൊല്ലം മണ്ണിൽ കുഴിച്ചു മൂടിയിട്ടുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. എൻ്റെ അച്ഛൻ കുടുംബക്കാരെ കൊല്ലം മണ്ണിൽ കുഴിച്ചു മൂടിയ കാര്യം. ജയൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മകനില്ല. ജയൻ എന്ന് പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ജനിക്കൂ എന്നാണ് അവരുടെ കണ്ടുപിടുത്തം. അത് നമുക്കറിയാൻ വയ്യ. നമ്മളൊക്കെ പഠിക്കുന്നത് കല്യാണം കഴിക്കണ്ട, താലി കെട്ടിയാലേ കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. പക്ഷേ ഈ വ്യക്തികളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിലാണ്. അതിൽ ഒരുപാട് 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 നന്ദി. പിന്നെ ഞാൻ ഒരു കാരണവശാലും ഒരു മിമിക്രിക്കാരനെയും അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന കലാകാരന്മാരെ ഞാനൊന്നും പറയില്ല. കാര്യം ഇവരുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നേ. ഇവര് വന്നില്ലായിരുന്നെങ്കിൽ ആര് മുരളി ജയനെ കൊണ്ടുവരുമായിരുന്നു? മുരളി ജയനെ ആരും കൊണ്ടുവരുന്നത്. മുരളി ജയൻ ഇന്ന് ഇലക്ട്രിക്കിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ പണി ചെയ്ത് ഷാജഹാൻ മാസ്റ്റർ, അദ്ദേഹം ഞാനൊക്കെ വർഷങ്ങളോളം കരാട്ടെ പ്രാക്ടീസ് ചെയ്ത വ്യക്തികളാണ്. ഇതിൻ്റെയൊക്കെ കൈ ചെന്ന് വീഴാൻ പോലും പറ്റൂല. കാര്യം ഒറ്റയിടിക്ക് നമ്മൾ വീണു പോകും. കാര്യം ഞങ്ങളാരും ഈ ടച്ചിങ് ഫൈറ്റ് ചെയ്തവരല്ല. ടച്ചിങ് ഫൈറ്റ് പറഞ്ഞാൽ ജസ്റ്റ് തട്ടിരിക്കുന്നവരല്ല, ഇടിയാണ്, ഫുൾ കോണ്ടാക്ട് ഇടിയാണ്. അതൊക്കെ ഇടിച്ച് തകർക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളെല്ലാം ഒരു ടീമായിരുന്നു. അപ്പം ഇവരെല്ലാവരും ചേർന്നാണ് എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയത്. ഒരു വലിയ സ്ഥാനം തന്നെയാണ് ലോകം മലയാളീസ് മുഴുവൻ. മാത്രമല്ല, ഇന്ന് ഞാൻ വീട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയാൽ ആട്ടോയിൽ പോയാലും ബസ്സിൽ പോയാലും ട്രെയിനിൽ പോയാലും ബസ് സ്റ്റാൻഡിൽ പോയാലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എവിടെ ചെന്നാലും ജയൻ സാറിൻ്റെ മകൻ മുരളി ജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരും വരികയും സ്വീകരിക്കുന്നു. ഭയങ്കരമായ സ്വീകരണമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം ജയൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ മകനായി ജനിച്ചതിൽ എനിക്ക് ഒരുപാട് അഭിമാനമാണ്. സ്വത്തോ മറ്റു കാര്യങ്ങൾ ഇന്നത്തെ കലാകാരന്മാരുടെ വേഷം കെട്ടി, അത് ജയൻ സാറിൻ്റെ വേഷം കെട്ടി ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വേദി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പം ജയൻ സാറിൻ്റെ മകൻ നമ്മുടെ കൂടെ നിൽപ്പുണ്ട്. ഇപ്പം എന്താ തോന്നുന്നത്? എല്ലാം കളട്ടെ. എനിക്ക് സന്തോഷം. ഞാൻ തിരിച്ച് അങ്ങോട്ടാ ചോദിക്കണ്ടേ? ഓക്കെ, സന്തോഷം. സത്യസന്ധമായ ഈ ചോദ്യത്തിന് സത്യസന്ധമായ മറുപടി പറയണം. ഇതാണോ ജീവിത മാർഗം? അതെ. അല്ലല്ല. അതറിയോ, എൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടി ജീവിക്കുന്ന ഒരുപാട് മിമിക്രിക്കാരന്മാരുണ്ട്. അതിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് നമ്മുടെ അഷ്റഫ് ജയൻ. അതെ. ഒരു ജീവിത മാർഗമായിട്ട് ആ ഒരു വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങി ഇന്ന് പുള്ളി ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു വലിയ തരംഗമായി മാറുന്നത്. ജയൻ സാറിന് ഒരു നല്ലൊരു ആരാധന, കടുത്ത ആരാധന. ഒരു കുഴപ്പമില്ല. മിമിക്രി ആർട്ടിസ്റ്റുമാണ്. അടിപൊളി, നല്ലൊരു ഫീൽ, നല്ലൊരു ഓറ ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. ആദ്യമായിട്ടാണ്. പിന്നെ ജയൻ സാർ നേരിട്ട് കാണുന്നില്ല, മകനെ കണ്ടിട്ട്. അടിപൊളിയാ. പിന്നെ തീർച്ചയായിട്ടും വർഷം കൊണ്ട് പൊരുതി നേടിയതാ. ഇന്നല്ല, വർഷം കൊണ്ട് പൊരുതി നേടിയ ഒരു വിജയമാണ് ഇത്. വിജയം. അതെ, ഐഡന്റിറ്റി. 24 വർഷമായി ഞാൻ ജയന്റെ മകനാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് വരെ എന്റെ അച്ഛന്റെ കുടുംബക്കാരും എനിക്കെതിരെ അനാവശ്യം പറയുന്ന ഒറ്റ ആള് പോലും ഇത് ജയന്റെ മകനല്ല DNA എടുത്ത് തെളിയിക്കുന്ന ആള് പോലും പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാവരും വാ മൂടി കിടന്നുണ്ട്. ഞാൻ അഭിനയിച്ച റഘുറാം സിനിമയുടെ പത്രസമ്മേളന ശേഷവും ജൂനിയേഴ്സ് ജേണി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോയ്ക്കിന് ശേഷം അച്ഛൻ്റെ പാട്ടൊക്കെ പാടി അഭിനയിച്ചപ്പം എനിക്കെതിരെയുള്ള ശത്രുക്കളെല്ലാം കണ്ടം വഴി ഓടി. ഇതിലേക്ക് അതിജീവിക്കാൻ ഒരു കരുത്തുണ്ടായത് എന്തിൽ നിന്ന്? അത് കരുത്ത് 2 ഭാഗമാണ്. അതിൽ മെയിൻ ഞാൻ വളർന്നത് മുഴുവൻ കടത്തിണ്ണെ കിടന്നു, തെരുവിൽ കിടന്ന് വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിടത്തന്നെയാണ്. കൂലിപ്പണി ചെയ്ത് വഴക്കും മേളവും ശമ്പളം കിട്ടില്ലേ വഴക്കിടും. അങ്ങനെയൊക്കെ അങ്ങനെ അതേ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ട് തന്നെ കരാട്ടെ ക്ലാസ് ചേർക്കുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു പവറുണ്ട് എനിക്ക് ഭയങ്കര പവറാണ്. കാര്യം വേറെ ഒന്നിനെ ഞാൻ അങ്ങനെ പേടിക്കാറില്ല. എന്ത് വന്നാലും ഒറ്റയ്ക്ക് നേരിടും. സഹായിക്കാൻ ഇപ്പോൾ ഒരുപാട് പേര് കൂടെ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മൊത്തം എൻ്റെ കൂടെ എത്ര ലേഡീസാണ് വിളിക്കുന്നത്, എത്ര ജെൻസാണ് വിളിക്കുന്നത്. മുരളിച്ചേട്ടാ, മുരളി മോനെ, നീ വിഷമിക്കരുത്, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഇപ്പൊ പറയുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ, മുരളി ജയന്റെ മകനാണെന്ന് പറഞ്ഞുള്ള ഒരു സംഭവം നിർത്തുക. ഇനി വീഡിയോ ഇടാം, ഇഷ്ടംപോലെ വീഡിയോ ഇടുക. ഒരൊറ്റ കമന്റ് ഇടാൻ പാടില്ല എൻ്റെ ശത്രുക്കളെതിരെ. എനിക്കെതിരെ വീഡിയോ ഇടുന്ന കമന്റ് ഇടാൻ പാടില്ല. അവരുടെ വീഡിയോ നോക്കാൻ പാടില്ല.
കേരളത്തിലെ ജനങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും പറയുന്നു ഒരു വീഡിയോ പോലും നോക്കരുത്, കമന്റ് ഇടരുത്. പൊതുജനങ്ങളായി ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾ കമന്റ് ഇട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന മറുപടി കൊടുത്തോളാം പറഞ്ഞ് അപ്പോൾ അവരാണ് മൊത്തവും ഏറ്റെടുക്കുന്നത്. എനിക്ക് ഉള്ള ഒരൊറ്റ ഡ്യൂട്ടി ഇതുപോലുള്ള പ്രോഗ്രാമിൽ പോവുക, വീഡിയോസ് ഇടുക, അത്രേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളാണ് ഇതെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു കയ്യടി കൊടുക്കുക. അടിപൊളി അടിപൊളി ഒരു കൈ എടുത്ത് ഓക്കെ.